ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ അടുത്ത വർഷത്തെ ഹജ്ജ് ഉഭയകക്ഷി കരാറിൽ ഒപ്പിട്ടു. ഇന്ത്യയ്ക്ക് വേണ്ടി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച സൗദി ഹജ്ജ് ഉംറ വകുപ്പ് മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയയുമാണ് കരാറിൽ ഒപ്പിട്ടത്. ഇന്ത്യൻ ഹാജിമാരുടെ പ്രഥമ സംഘം 2026 ഏപ്രിൽ 18 സൗദിയിലെത്തി തുടങ്ങും. ഇന്ത്യൻ ഹാജിമാർക്ക് വേണ്ടി ഒരുക്കുന്ന ഗതാഗത താമസ സൌകര്യങ്ങളും ആരോഗ്യ സേവനങ്ങളും ലോജിസ്റ്റിക് സംവിധാനവും ഇന്ത്യ സൗദി മന്ത്രിമാർ തമ്മിൽ ചർച്ച ചെയ്തു. 2026 മെയ് അവസാന വാരത്തിലായിരിക്കും അടുത്ത ഹജ്ജ് കർമ്മം നടക്കുക. ഹജ്ജ് ഉഭയകക്ഷി കരാറിൽ കേന്ദ്ര പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജുവും സൗദി ഹജ്ജ് ഉംറ വകുപ്പ് മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയയുമാണ് ഒപ്പിട്ടത്. സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നീ ഉദ്യോഗസ്ഥരും ഒപ്പിടൽ വേളയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന് അനുമതി ലഭിച്ച കോട്ട 1,75,025 പേർക്കായിരുന്നതുപോലെ ഇത്തവണയും ഇതുതന്നെയായിരിക്കും ഹജ്ജ് കോട്ട. ഇന്ത്യയിലെ കരിപ്പൂർ, നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ 8 വിമാനത്താവളങ്ങളിൽ നിന്നാണ് ഇത്തവണയും ഇന്ത്യൻ ഹാജിമാർ ഹജ്ജിനായി എത്തുക. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.